ADM നവീൻ ബാബുവിന്റെ മരണം വീണ്ടും വിവാദമാകുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും റവന്യൂ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കും കണ്ണൂർ കളക്ടർ അരുൺ K വിജയനും ഗുരുതര വീഴ്ച പറ്റിയെന്നും കണ്ടെത്തൽ. നീതി തേടി ADMന്റെ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. ADM നവീൻ ബാബുവിന്റെ കുടുംബം നീതി തേടി സുപ്രീം കോടതിയിലേക്ക്. ഇതോടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയനും വീണ്ടും നിയമക്കുരുക്കിലേക്ക്. ADMനെ മാനസികമായി തകർത്തതിൽ ഇവർ രണ്ടുപേർക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ടിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന നിർണായക കണ്ടെത്തലാണുള്ളത്. ഇതിനെ തുടർന്നാണ് നിയമ പോരാട്ടവുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണെന്നും അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും അത് അത്യന്തം സത്യസന്ധമാണെന്നുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിട്ടുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന കുടുംബാംഗങ്ങളുടെ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത്. പെട്രോൾ പമ്പ് അനുമതിക്കായി കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കാലതാമസങ്ങൾ വരുത്തിയതിന് തെളിവുകളില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ നിയമ പോരാട്ടത്തിനായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതോടെ സ്വയം ന്യായീകരിക്കാനുള്ള PP ദിവ്യയുടെ നീക്കങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയാകുന്നത്. യാത്രയയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ മനംനൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. ഇതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ഒളിവിൽ പോയ ദിവ്യ പിന്നെ റിമാൻഡിലുമായി. 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത്. തന്നെ ആസൂത്രിതമായി ഇരയാക്കുകയാണെന്നും ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് ദിവ്യ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിശദീകരണം. ADMന് യാത്രയയപ്പ് നൽകുന്ന വിവരം അപ്രതീക്ഷിതമായി അറിഞ്ഞതാണെന്നും അതുവഴി പോയപ്പോൾ പങ്കെടുത്തതാണെന്നുമായിരുന്നു അന്ന് പാർട്ടി കേന്ദ്രങ്ങളെ വരെ ദിവ്യ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ അതെല്ലാം വസ്തുതാവിരുദ്ധമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആകസ്മികമായി യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ദിവ്യ അന്നേ ദിവസം പലതവണ കളക്ടറുടെ ഓഫീസിൽ ബന്ധപ്പെട്ടതിന്റെ ഫോൺ ഡീറ്റെയിൽസ് സഹിതമാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ കളക്ടറേറ്റിലെ യോഗത്തിൽ വെച്ച് PP ദിവ്യ കളക്ടറുമായി യാത്രയയപ്പ് യോഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അന്നുച്ചയ്ക്ക് 2 മുതൽ 2:49 4 തവണ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടിരുന്നു. 3:11 യോഗം തുടങ്ങുന്ന സമയത്തെക്കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അന്വേഷിച്ചിരുന്നു. 3:13 കളക്ടറെ വിളിച്ച ദിവ്യ യോഗം 3:30 ആരംഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും 3:40 യോഗത്തിന് ക്ഷണമില്ലാതെ എത്തുകയും നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച് പ്രസംഗിച്ച ശേഷം യോഗം തീരും മുമ്പേ ധൃതി പിടിച്ച് മടങ്ങുകയും ചെയ്തതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പ്രാദേശിക ചാനൽ ക്യാമറാമാനോട് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആസൂത്രിതമാണെന്നും ADMനെതിരെ പകവീട്ടൽ മനോഭാവത്തോടെ ദിവ്യ പ്രവർത്തിച്ചതാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി തലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര പിന്തുണ ദിവ്യയ്ക്ക് ലഭിച്ചില്ല. ദിവ്യയുടെ പ്രവൃത്തി സംഘടനാ തലത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായി മാറിയെന്ന് കണ്ണൂരിലെ പാർട്ടി സമ്മേളനങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഒടുവിൽ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ ദിവ്യയെ തള്ളിപ്പറയുകയും ചെയ്തു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന വിധത്തിൽ ദിവ്യയുടെ ചെയ്തികളെ തുറന്നു കാട്ടിയ പിണറായിയുടെ വാക്കുകൾ ഏറെ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. അതിനുശേഷമാണ് ദിവ്യയെ ന്യായീകരിക്കുന്ന CPM ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ വഴി അനുകൂല തരംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ തിരിച്ചടിയായത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം ആരംഭിക്കുന്നതോടെ അത് ദിവ്യയ്ക്ക് തിരിച്ചടിയായി മാറും. ഒപ്പം തന്നെ മൊഴിമാറ്റി പറഞ്ഞ കളക്ടർക്കും തിരിച്ചടിയാകും. ഈ സംഭവത്തിൽ കളക്ടറുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതോടെ ഇടയ്ക്കൊന്ന് കെട്ടടങ്ങിയ ദിവ്യയുടെ വിവാദ പ്രസംഗവും തുടർ സംഭവങ്ങളും ഒരിക്കൽ കൂടി കത്തിപ്പടരുകയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ PP ദിവ്യയ്ക്ക് പരസ്യ പിന്തുണയുമായി CPM നേതൃത്വം രംഗത്തെത്തുകയില്ല എന്നു തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.